ഭവനരഹിതരായ പാവപ്പെട്ടവർക്ക് തലചായ്ക്കാൻ വാസയോഗ്യമായ ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി വഴി വീട് ലഭിച്ച നിരവധി പേർ ഇടുക്കിയിലെ ഗ്രാമങ്ങളിലുണ്ട്. ഇടുക്കി എല്ലക്കൽ ശ്രീനാരായണപുരത്ത് ശാരദ എന്ന വീട്ടമ്മയ്ക്ക് PMAY പദ്ധതിയിലൂടെ ലഭിച്ച വീടിന്റെ നിർമ്മാണം പൂർത്തിയാവുകയാണ്. റിപ്പോർട്ടിലേക്ക്. ഇടുക്കി എല്ലക്കൽ ശ്രീനാരായണപുരം ഗ്രാമത്തിൽ താന്യാവുങ്കൽ ശാരദ എന്ന വിധവയായ വീട്ടമ്മയ്ക്ക് സുരക്ഷിതവും വാസയോഗ്യവുമായൊരു വീട് പൂർത്തിയാവുകയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീട് പൂർത്തിയാക്കുന്നത്. കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഈ വീട്ടമ്മയുടെ 1/4 നൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഒരു വീടിനുള്ള സഹായം ലഭിച്ചത്. ജീർണാവസ്ഥയിലായ പഴയ വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ഈ കുടുംബം. 37 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചു. സമീപ പ്രദേശങ്ങളിലെ ഏലത്തോട്ടങ്ങൾ കൂലിപ്പണി ചെയ്താണ് അമ്മയും ഏക മകളും കുടുംബവും ഇപ്പോൾ കഴിയുന്നത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ എല്ലക്കൽ തേക്കിൻകാനത്തിന് സമീപം ശ്രീനാരായണപുരത്താണ് പുതിയ വീട് പൂർത്തിയാകുന്നത്. ഇപ്പം വീട് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നവരാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 2 പിള്ളേരെ പഠിപ്പിച്ച് ഭർത്താവ് മരിച്ചിട്ട് 37 വർഷമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ കൂലിപ്പണി എടുത്താണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നനഞ്ഞു കിടന്ന വീടായിരുന്നു ഞങ്ങൾക്ക്. പ്രധാനമന്ത്രിയുടെ ഒരു വീട് കിട്ടിയത് സന്തോഷമുണ്ട്. ഗ്രാമീണ മേഖലയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സുരക്ഷിതവും സുസ്ഥിരവുമായ പാർപ്പിടം ഉറപ്പാക്കുക എന്നതാണ് PMAY പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഭവനരഹിതർക്കും ജീർണാവസ്ഥയിലുള്ള വീടുകൾ താമസിക്കുന്നവർക്കും അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെയാണ് ഈ വീട്ടമ്മയ്ക്കും ഒരു വീട് ലഭിച്ചത്. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.